ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിവർ ആണ് കേട്ടോ. ലിവർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. റെഡിഷ് ബ്രൗൺ ഇൻ കളർ ആൻഡ് ഹൈലി വാസ്കുലർ. ഇനി അഡൾട്ടിൽ ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 kg ആണ്. അപ്പോൾ ലിവർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി, റെഡിഷ് ബ്രൗൺ ഇൻ കളർ, ഹൈലി വാസ്കുലർ ആൻഡ് 1.5 kg അഡൾട്ട്. ഇനി ഷേപ്പ് നോക്കുവാണെങ്കിൽ വെഡ്ജ് ഷേപ്പാണ്. പിക്ചറിൽ കാണുന്നത് പോലെ ഷേപ്പ് വെഡ്ജ് ഷേപ്പാണ്. ഇറ്റ് ഹാസ് എപ്പെക്സ്, ബേസ്, റൈറ്റ് ലാറ്ററൽ സർഫസ്, ആൻറ്റീരിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ സർഫസ്. ഇത്രയും കാര്യങ്ങളാണ് ലിവറിനുള്ളത്. എപ്പെക്സ്, ബേസ്, റൈറ്റ് ലാറ്ററൽ സർഫസ്, ആൻറ്റീരിയർ സർഫസ്, സുപ്പീരിയർ സർഫസ് ആൻഡ് ഇൻഫീരിയർ സർഫസ്. ഇനി 2 ലോബാണുള്ളത്, അതായത് ലാർജ് റൈറ്റ് ലോബ് ആൻഡ് സ്മോളർ ലെഫ്റ്റ് ലോബ്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ലാർജ് റൈറ്റ് ലോബുണ്ട്, അതുപോലെ തന്നെ ഒരു സ്മോൾ ലെഫ്റ്റ് ലോബുണ്ട്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഫാൽസിഫോം ലിഗമെൻ്റ് ആണ്. ഫാൽസിഫോം ലിഗമെൻ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ലാർജ് റൈറ്റ് ലോബും ആൻഡ് സ്മോൾ ലെഫ്റ്റ് ലോബും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫാൽസിഫോം ലിഗമെൻ്റ് ആണ്. ഇനിയുള്ളത് ക്വാഡ്രേറ്റ് ലോബ്. ക്വാഡ്രേറ്റ് ലോബ് എന്ന് പറയുന്നത് സീൻ ഇൻ ദ ഇൻഫീരിയർ സർഫസ് ഓഫ് ദ ലിവർ. ഇൻഫീരിയർ സർഫസിലാണ് ക്വാഡ്രേറ്റ് ലോബ് കാണുന്നത്. അതുപോലെ തന്നെ കോഡേറ്റ് ലോബ് എന്ന് പറയുന്നത് സീൻ ഇൻ ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ റൈറ്റ് ലോബ്. ലിവറിൻ്റെ റൈറ്റ് ലോബിൽ ഇൻഫീരിയർ സർഫസിൽ കാണുന്നത് ക്വാഡ്രേറ്റ് ലോബും ആൻഡ് കോഡേറ്റ് ലോബ് കാണുന്നത് പോസ്റ്റീരിയർ സർഫസിലുമാണ്. ഇനി 2 ഫിഷറാണുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ലിവറിൽ 2 ഫിഷറുള്ളത്? ഒന്ന് ഫോർ ലിഗമെൻറ്റം വീനോസം ആൻഡ് ഫോർ ലിഗമെൻറ്റം ടെറിസ്. 2 ഫിഷറാണുള്ളത്, ഫോർ ലിഗമെൻറ്റം വീനോസം ആൻഡ് ഫോർ ലിഗമെൻറ്റം ടെറിസ്. പിന്നെയുള്ളത് പൊസിഷനാണ്. പൊസിഷൻ ഓഫ് ദ ലിവർ. ലിവറിൻ്റെ പൊസിഷൻ ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് കേട്ടോ. ഇറ്റ് ഒക്കുപ്പൈസ് ദ റൈറ്റ് ഹൈപ്പോകോൺട്രിയം. ഇതാണ് റൈറ്റ് ഹൈപ്പോകോൺട്രിയം എന്ന് പറയുന്നത്. ദെൻ എപ്പിഗാസ്ട്രിയം ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം. ഇറ്റ് ഒക്കുപ്പൈസ് ദ റൈറ്റ് ഹൈപ്പോകോൺട്രിയം ആൻഡ് ഇറ്റ് ഓൾസോ എക്സ്റ്റെൻഡ് ടു ദ എപ്പിഗാസ്ട്രിയം ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം. ഇത്രയാണ് ലിവറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ലിവറിന് 4 പെരിറ്റോണിയൽ ഫോൾഡാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാൽസിഫോം ലിഗമെൻറ്റ്. ഫാൽസിഫോം ലിഗമെൻറ്റ് എന്ന് പറയുന്ന വേർഡ്സ് വരുന്നത് FALX എന്നുള്ള വീഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സിക്കിളാണ്. സിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാൽസിഫോം ലിഗമെൻറ്റ് ഒരു സിക്കിൾ ഷേപ്പ്ഡാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഫാൽസിഫോം ലിഗമെൻറ്റ്. പിന്നെ കൊറോണറി ലിഗമെൻറ്റ് ഉണ്ട്, ലെഫ്റ്റ് ട്രയാങ്കുലർ ലിഗമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലെസ്സർ ഒമൻറ്റം. ഇതൊക്കെയാണ് പെരിറ്റോണിയൽ ഫോൾഡ് ഓഫ് ദ ലിവർ എന്ന് പറയുന്നത്. ഫാൽസിഫോം ലിഗമെൻറ്റ്, കൊറോണറി ലിഗമെൻറ്റ്, ലെഫ്റ്റ് ട്രയാങ്കുലർ ലിഗമെൻറ്റ് ആൻഡ് ലെസ്സർ ഒമൻറ്റം. ഇനിയുള്ളത് കുറച്ച് ടേംസ് പഠിക്കാം. ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലിവർ സെൽസിനെയാണ് നമ്മൾ ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു വേർഡാണ് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. എന്താണ് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്? ദ ലിവർ ഈസ് കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ ക്യാപ്സ്യൂൾ. ലിവർ ഒരു കണക്റ്റീവ് ടിഷ്യൂ ക്യാപ്സ്യൂൾ കവർ ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് നമ്മൾ ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെയുള്ളതാണ് പ്രിങ്കിൾസ് മാനുവർ. പ്രിങ്കിൾസ് മാനുവർ എന്തിനു യൂസ് ചെയ്യുന്നതാണ്? ടു കൺട്രോൾ ബ്ലീഡിങ് ഫ്രം ദ സിസ്റ്റിക് ആർട്ടറി. സിസ്റ്റിക് ആർട്ടറിയിലെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മാനുവറാണ് പ്രിങ്കിൾസ് മാനുവർ എന്ന് പറയുന്നത്. ഇനി ഒരു ലിവറിന് ഒരു പോർട്ടൽ ഫിഷർ അല്ലെങ്കിൽ പോർട്ട ഹെപ്പാറ്റിസ് അല്ലെങ്കിൽ ഹൈലം ഓഫ് ലിവർ ഉണ്ട്. പോർട്ടൽ ഫിഷർ, പോർട്ട ഹെപ്പാറ്റിസ് ഓർ ഹൈലം ഓഫ് ലിവർ. എന്താണ് ഈ ഹൈലം ഓഫ് ലിവർ എന്ന് പറയുന്നത്? പോസ്റ്റീരിയർ സർഫസിൽ ഉള്ളതാണ് ഈ പോർട്ടൽ ഫിഷർ അല്ലെങ്കിൽ പോർട്ട ഹെപ്പാറ്റിസ് ഓർ ഹൈലം ഓഫ് ലിവർ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സർഫസിലാണ് കാണുന്നത്. ഇതിലൂടെയാണ് വേരിയസ് സ്ട്രക്ചേഴ്സ് എൻ്റർ ആൻഡ് ലീവ്സ്. ലിവറിലേക്കുള്ള വേരിയസ് സ്ട്രക്ചേഴ്സ് എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും ഈ ഒരു ഹൈലത്തിലൂടെയാണ്. ഇനി ലിവറിൻ്റെ ബ്ലഡ് സപ്ലൈ എങ്ങനെയാണ്? ലിവറിൻ്റെ ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ആർട്ടറി ഉണ്ട്, അതുപോലെ തന്നെ പോർട്ടൽ വെയിൻ ഉണ്ട്. അപ്ലൈഡ് അനാറ്റമി പറയുകയാണെങ്കിൽ ലിവർ ബയോപ്സി, ഹെപ്പാറ്റോമെഗാലി ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിവർ മാറ്റിവെക്കുന്നത്, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അപ്ലൈഡ് അനാറ്റമി എന്ന് പറയുന്നത് ലിവർ ബയോപ്സി, ഹെപ്പാറ്റോമെഗാലി ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇനി ഉള്ളത് റിലേഷൻസ് ഓഫ് ദ ലിവർ. ലിവറിൻ്റെ റിലേഷൻ എങ്ങനെയാണ് വരുന്നത്? സുപ്പീരിയറിലും റൈറ്റ് ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നതും ഡയഫ്രാണ് വരുന്നത്. അതുപോലെ തന്നെ ആൻറ്റീരിയർ സർഫസിൽ വരുന്നത് എന്തൊക്കെയാണ്? 5th to 10th റിബ്സ് ആൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് ഓൺ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ വരുന്നത് 5th to 10th റിബ്സ്, 5th, 6th, 7th, 8th, 9th, 10th റിബ്സും കോസ്റ്റൽ കാർട്ടിലേജുമാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ആൻറ്റീരിയർ അബ്ഡോമിനൽ വാൾ, 7th, 8th കോസ്റ്റൽ കാർട്ടിലേജ്. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. പോസ്റ്റീരിയർ സർഫസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക? ഗ്രൂവ് ഫോർ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിനുള്ളൊരു ഗ്രൂവ് ഉണ്ടാവും. ഫിഷർ ഫോർ ലിഗമെൻറ്റം വീനോസം, ഗ്രൂവ് ഫോർ അബ്ഡോമിനൽ പാർട്ട് ഓഫ് ഈസോഫാഗസ് ആൻഡ് ബെയർ ഏരിയ ഓഫ് ദ ലിവർ. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റീരിയർ സർഫസിൽ റിലേഷനിൽ വരുന്നത്. ഇനി ഇൻഫീരിയർ സർഫസിനെ നമ്മൾ പറയുന്നതാണ്
വിസറൽ സർഫസ് എന്നാണ് പറയുന്നത്. ഇതൊരു ഓവൽ സർഫസ് ആണ്. ഈ ഓവൽ സർഫസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് റൈറ്റും ലെഫ്റ്റും, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. റൈറ്റിൻ്റെ റിലേഷൻ വരുവാണെങ്കിൽ ഫോസ് ഓഫ് ഗോൾ ബ്ലാഡറും ഹൈലം ഓഫ് ലിവറും വരുന്നത് റൈറ്റിലാണ്. ഇനി ലെഫ്റ്റിൽ വരുന്നതാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ലിവറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിതാ ഒരു സിംഗിൾ പേജിൽ തന്നെ നമുക്ക് ലിവറിൻ്റെ നോട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് ലിവറിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ലിവർ എന്ന് പറയുന്ന ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി, റെഡിഷ് ബ്രൗൺ ഇൻ കളർ, ഹൈലി വാസ്കുലർ, 1.5 kg in adult, shape wedge shaped. It has apex, base, right lateral surface, anterior superior and inferior surface. 2 lobes are there, large right lobe and smaller left lobe. These lobes are separated by falciform ligament. And quadrile lobe means seen in inferior surface of the right lobe, and quadrate lobe that's seen in the posterior surface of the right lobe. There are 2 fissures for ligamentum venosum and for ligamentum teres. Location, it occupies the right hypochondrium, extend into epigastrium and left hypochondrium. There are 4 peritoneal folds of liver, falciform ligament, coronary ligament, left triangular ligament and lesser omentum. Then hepatocytes means liver cells. Glissen's capsule, the liver is covered by connective tissue capsule is known as Glissen's capsule. And Pringle's maneuver means to control bleeding from cystic artery. പിന്നെ പറയുന്നത് പോർട്ടൽ ഫിഷർ, പോർട്ട ഹെപ്പാറ്റിസ് ഓർ ഹൈലം ഓഫ് ലിവർ ആണ്. ഇൻ പോസ്റ്റീരിയർ സർഫസിലാണ് ഇത് കാണുന്നത്. വേരിയസ് സ്ട്രക്ചേഴ്സ് എൻ്റർ ആൻഡ് ലീവ് ത്രൂ ദ ഹൈലം ഓഫ് ലിവർ. ദെൻ ബ്ലഡ് സപ്ലൈ ത്രൂ ഹെപ്പാറ്റിക് ആർട്ടറി ആൻഡ് പോർട്ടൽ വെയിൻ. അപ്ലൈഡ് അനാറ്റമി, ലിവർ ബയോപ്സി, ഹെപ്പാറ്റോമെഗാലി, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ദെൻ റിലേഷൻ ഓഫ് ലിവർ സുപ്പീരിയർലി ഡയഫ്രം, റൈറ്റ് ലാറ്ററലി ഡയഫ്രം, anteriorly 5th to 10th ribs costal cartilage on right side, anterior abdominal wall 7th 8th costal cartilage on left side, and posteriorly groove for vertebral column, fissure for ligamentum venosum, groove for abdominal part of esophagus and bare area of the liver. Then inferior surface is also known as visceral surface. It is oval surface and divided into right and left. Right is related to fossa of gallbladder and hilum of liver, and left is related to stomach. ഇതാണ് നമ്മുടെ ലിവറിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടും. അങ്ങനെ നമുക്ക് എല്ലാ സബ്ജക്ട്സും, നഴ്സിങ്ങിൻ്റെ എല്ലാ സബ്ജക്ട്സും ഇതിലൂടെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതുപോലെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.